അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടനായ ഒരു ചങ്ങാതി എന്ന് പറയല്ലാത്ത നിവർത്തിയില്ല. അങ്ങനത്തെ ഒരു ചങ്ങാതിയുടെ പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിൽ അയാൾ പറയുകയും കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. ശൈഖുൽ മശായിഖാണെന്ന് ലോകം രേഖപ്പെടുത്തിയ ഒരു മഹാനെ സംബന്ധിച്ച് ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത അവസ്ഥയിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ, അത് എഴുതി പിടിപ്പിക്കാൻ മാത്രം ഈ പത്രം മതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്രം ഭൂമി ലോകത്ത് നിലനിൽക്കാൻ പാടില്ല. ഇത് ചീന്തി പറിച്ച് കളയേണ്ട സാധനമാണ്. ഇതിനൊന്നും ഭൂമിയിൽ നിലനിൽപ്പില്ല. ഇതിനെ ഇങ്ങനെയല്ലാതെ ഇതിന് വേറെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ സാധനം ഭൂമിയിൽ നിൽക്കാൻ പാടില്ല. കാരണം ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ അള്ളാഹുവിന്റെ റസൂലിന്റെ നേരിട്ടുള്ള വാരിസാണവർ. അവരുടെ മഹത്വം അതാണ്. അത് ഞാൻ 4 വാങ്ങി വെച്ചിന്, പേടിക്കേണ്ട അടുത്തിലുണ്ടാവും. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇവർ എവിടേക്കായി കൊണ്ടുപോകുന്നത്? എന്താ ഇവൻ മനസ്സിലാക്കിയത്? ഇവന് 3-4 സുന്നി വോയിസിൻ്റെ കോപ്പി വാങ്ങിയിട്ട് അത് പിച്ച് ചീന്തിയിട്ടുണ്ടെങ്കിൽ സുന്നി വോയിസ് നഷ്ടപ്പെട്ടു പോകുന്നു. സുന്നി വോയിസിലുള്ളത് എന്താണ്? മഹാനായ CM വലിയുല്ലാഹി ജദ്ബിലായിരുന്നു, മജ്ദൂബായ വലിയാണ് എന്ന് പറഞ്ഞതാണ് ഇവനെ പ്രകോപിച്ചതത്രേ. ഇവൻ അതൊന്നുമല്ല പ്രകോപിച്ചത്, ഇവന് വ്യക്തിവിരോധങ്ങളാണ്. കാരണം ഈ സുന്നി വോയിസിൽ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി CM വലിയുല്ലാഹിയെ മജ്ദൂബാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പിച്ച് ചീന്തിയത് എങ്കിൽ ഇതേ വിഷയം തന്നെ വേറെയും കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. റഹ്മത്തുള്ള കാസിമി പറഞ്ഞിട്ടല്ലോ. എന്തേ ഇവന് റഹ്മത്തുള്ള കാസിമിക്കെതിരെ ഒന്ന് പറയോ? റഹ്മത്തുള്ള കാസിമി പച്ചക്ക് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ വലിയാണ്, വലിയ മഖാം എത്തിച്ച മഹാനാണ്. പക്ഷെ അവർ മജ്ദൂബാണ്. അവർ പ്രത്യക്ഷത്തിൽ അവരുടെ അമലിൽ പ്രത്യക്ഷ ശരീഅത്തിൽ കാണപ്പെടുന്ന അവസ്ഥയും കാണപ്പെടാത്ത അവസ്ഥയും ഉണ്ട്. പക്ഷേ എന്നാൽ അതിനേക്കാൾ വലിയ മർത്തബയാണ് എൻ്റെ കാമിലായ ശരീഅത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഹഖീഖത്തിന്റെ ബഹറിൽ പ്രവേശിക്കുക. അത് ഉലമാഇന്റെ മർത്തബയാണ്. അവരാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മജ്ദൂബിലെത്തിയ ആളായിരുന്നു എന്ന് ആര് പറഞ്ഞു? റഹ്മത്തുള്ള കാസിമി മെത്തേടം. ഒതുക്കുങ്ങൽ നൗഷാദിൻ്റെ ജനനത്തിൽ തകരാറില്ലെങ്കിൽ, ശരിയായ ഫായിലാണ് ജനിച്ചത് എങ്കിൽ റഹ്മത്തുള്ള കാസിമിക്കെതിരെ പറയാൻ തയ്യാറുണ്ടോ? ഈ ആശയം സുന്നി വോയിസിൽ പറഞ്ഞപ്പോൾ സുന്നി വോയിസ് പിച്ച് ചീന്തിയ നൗഷാദ് ഒതുക്കുങ്ങലിന് ഒരു നിമിഷ നേരമെങ്കിലും റഹ്മത്തുള്ള കാസിമിക്കെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയാൻ ആണത്തുണ്ടോ, ആർജവുണ്ടോ? പോട്ടെ, ഈ വിഷയം ചെറുശ്ശേരി സൈനുദ്ദീൻ മൂലയർ പറഞ്ഞിട്ടുണ്ടല്ലോ. സുന്നി വോയിസിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ സുന്നി വോയിസ് പിച്ച് ചീന്തിയ നൗഷാദ് ഒതുക്കുങ്ങൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മൂലയരെ മക്ബറ കുത്തിപ്പൊളിച്ചാൻ പോവുമോ? പോണീന് മുമ്പ് ഈ വിഷയം വേറെയും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കൂടി കേട്ടോക്കാം. അങ്ങനെ ഷെയ്ഖുനെ അടുത്തുനിന്ന് എത്ര കൊല്ലം ഓതിന് ശേഷമാണ്? ഞാനൊരു കൊല്ലത്തിന്റെ അടുത്തേ ഓതിയുള്ളൂ. ഒരു കൊല്ലം ഓതാം വന്നപ്പോൾക്ക് വേറെ മർത്തബിന്റെ ഹാലത്തിലേക്ക്. അതെ അതെ. അപ്പം മുഹീദ്ദീൻ സാഹിബ് മടവൂർ കാഫില എന്ന് പറഞ്ഞ പരിപാടിക്കുള്ളതാണ്. മടവൂർ കാഫില എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിൻ്റെ പേരിൽ പച്ച നുണകൾ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചാനൽ. ആ ചാനലിനെ പറ്റി പമ്പേസുമോല പറഞ്ഞത് വളരെ നല്ലതാണ്. ബുഖാരി കഴിഞ്ഞാൽ അടുത്ത് വിശ്വസിക്കാൻ പറ്റിയത് ഈ പറഞ്ഞ മടവൂർ കാഫിലയാണെന്ന് പറയുന്നത്. ആ മടവൂർ കാഫിലയിൽ ഇരുന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഒരു മജ്ദൂബിൻ്റെ ഹാലിലാണ്, ജദ്ബിലാണ്, മജ്ദൂബിൻ്റെ ഹാലായിരുന്നു എന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് കിതാബ് ഓതി പഠിച്ച ആൾ പറഞ്ഞു. എന്തേ പിച്ച് ചിന്താൻ പോവോ? കബർ കുത്തിപ്പൊളിച്ചാൻ പോവോ? ഇതിൽ പലരും മരിച്ചാലുണ്ടല്ലോ. കബർ കുത്തിപ്പൊളിച്ചോ നൗഷാദ്? പിന്നെ ഈ കാട്ടിക്കൂട്ടലുകൾ എന്തിനു വേണ്ടി? മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകൾ അങ്ങനെ കൈയടിപ്പിക്കാൻ വേണ്ടി 5-6 വാങ്ങി വച്ചിട്ടുണ്ട് അത്ര അവൻ. എവിടെയൊക്കെ ഈ കുഞ്ഞാടുകൾ ഇടവകയിൽ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ചീന്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടി സുന്നി വോയിസിൻ്റെ ഒരു 5-6 കോപ്പി വാങ്ങിയെന്ന് ഒരു ഉളുപ്പില്ലാതെ പ്രസംഗിക്കുക. ഇനി ഇതേ ആശയം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്കതും കൂടി നോക്കാം. ഞാൻ നേരത്തെ ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പിട്ടിരുന്നല്ലോ. ചെറുശ്ശേരി ഉസ്താദ് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മജ്ദൂബിൻ്റെ ഹാലിലായിരുന്നു, റമളാൻ മാസമൊക്കെ ചായ കുടിക്കണം, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. മൂപ്പര് കണ്ടു പറഞ്ഞാൽ പിന്നെ അതിൽ ഇതില്ലല്ലോ. മൂപ്പര് കണ്ടതാണ്. മൂപ്പര് മറ്റാരോ കണ്ടതായി, മൂപ്പരോട് പറഞ്ഞതായി, അറിഞ്ഞതല്ല, നേർക്കുനേരെ മൂപ്പര് കണ്ടതാണ്. ഇതുപോലെ സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് മടവൂർ കാഫിലെ തന്നെ ഇരുന്നിട്ട് യാതൊരു ഉളുപ്പില്ലാതെ പറയണമുണ്ട്. ഒന്ന് കേട്ടു നോക്കി.
നോമ്പിനൊക്കെ ആണെങ്കിൽ ചായ ഇങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറയും. ചായ വാങ്ങിയിട്ട് മൂപ്പരിങ്ങനെ വിളിച്ച് ബാക്കിയും കൊടുക്കും. അപ്പോൾ കുടിക്കുകയാണെങ്കിൽ ചെയ്താൽ കുടിക്കുകയാണെങ്കിൽ അപ്പോൾ അള്ളാനാണോ പേടിക്കുന്നത് CM-നാണോ പേടിക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നോമ്പ് നോച്ചിട്ടാണല്ലോ റമദാൻ കുടിക്കുന്നത്. പക്ഷെ മൂപ്പര് ശരീരം കുടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കുടിക്കാത്ത വേറെ എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോ. അത് നമുക്കറിയില്ലോ. അങ്ങനെ അക്കാലത്ത് അങ്ങനെ. പിന്നെ മൂപ്പര ശരീരം കുടിക്കുന്നതായിരിക്കും ആങ്ങറുണ്ട്. അത് കണ്ടത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതും യദുവിൻ്റെ ഹാലിലാണെന്ന്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ബാക്കിയുള്ള ഉസ്താദന്മാരൊക്കെ പറഞ്ഞതും. അപ്പോൾ പൊന്മള ഉസ്താദിനും പേരോട് ഉസ്താദിനെതിരെ കുതിര കീരിയാണ്. പച്ച തോന്നിയാസം വിളിക്കുന്നു. ഏതോ ഒരു പണ്ഡിതൻ സുന്നി വോയിസിൽ ലേഖനം എത്തിയെന്ന് പറഞ്ഞപ്പോൾ അത് പിച്ച് ചീന്താൻ വേണ്ടി പോകുന്നു. എന്നിട്ട് മാത്രമേ ഒരു 5-6 ഞാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും കേരളത്തിൽ വേദിയിട്ടാണെങ്കിൽ പിച്ച് ചീന്താനേ ഉളുപ്പുണ്ടോ ഇവനൊക്കെ? ഇവൻ ഈ പറഞ്ഞ ആൾക്കാരെ ഖബർ കുത്തിപ്പൊളിച്ചാൻ കഴിയോ? ചെറുശ്ശേരി ഉസ്താദൊക്കെ പറ്റണമല്ലോ. അങ്ങനെ കുത്തിപ്പൊളിച്ചാൻ പോട്ടെ. അതുപോലെ വേറുള്ളവരെ പല നിരക്ക് കാസിമി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ചങ്കുറപ്പുണ്ടെങ്കിൽ പോയോട്ടെ. ഓരോ ആത്രച്ച് കലങ്ങും. ഇതൊക്കെ AP കുട്ടികളോടെ നടക്കുകയുള്ളൂ എന്ന് ഓന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നെ ഇത് AP മാത്രം. അതെങ്ങാനും തിരിച്ച് കാസിമിനോടോ കാസിമിൻ്റെ അനുയായികളോടാണെന്നെങ്കിൽ ഓൻ്റെ നെട്ടലെടുത്താണ് ഒരു ക്രിക്കറ്റ് കളിച്ചു. അത് നന്നായി അറിയുന്ന ആളാണ് നൗഷാദ് ഒതുക്കുങ്ങൽ. ഇനി ഇത് ബഹുമാനപ്പെട്ട CM വലിയുള്ളതിൽ മാത്രം ഒതുങ്ങാണോ? അല്ല. ബഹുമാനപ്പെട്ട വടകര ഓരിൽ പറ്റും അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാരെ സംബന്ധിച്ച് ജതുബുള്ള ആളുകളെ ജതുബുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ പറഞ്ഞ പോലെയൊക്കെ ഖബർ കുത്തിപ്പൊളിച്ചാനും എഴുതിയ പുസ്തകം ചീന്താനും പോവുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ ആൾ മരിച്ചിരിക്കണമെന്ന് തോന്നുന്നു. ഇതൊന്ന് ഖബർ കുത്തിപ്പൊളിച്ചാൻ പോയിക്കാം, ഞാൻ ഒന്ന് കാണട്ടെ. ഇവിടുന്ന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട വടകര ഒമ്പതായി തങ്ങളെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പം കണ്ടപ്പോൾ മൂപ്പർ പറഞ്ഞ് ഈക്കാന്നാ വിളിക്കല്. ഷെഹ്നാൾ വിളിക്കല് ഈക്കാന്ന. വലിയ ബഹുമാനം അപ്പുറവും ഇപ്പുറവും. ഞാൻ കുറേ കഥ മുമ്പ് പറഞ്ഞിരുന്നു വടകര ഒമ്പതായി തങ്ങളെ കുറിച്ച്. എൻ്റെ ബുക്കിൽ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ. വടകര ഒമ്പതായി തങ്ങളെ കുറിച്ച് അങ്ങേയറ്റത്തെ ബഹുമാനമാണ്, വലിയ ബഹുമാനമാണ്. ഒരു പിന്നെ ഷേട്ടുവിൻ്റെ മോനെ പാമ്പ് കടിച്ച കഥയും ഞാൻ പറഞ്ഞിട്ടില്ലേ തങ്ങളെ? ഷേട്ടുവിൻ്റെ മോനെ ഗുജറാത്തിൽ നിന്ന് പാമ്പ് കടിച്ചപ്പോൾ തങ്ങളന്നേരം ഈ മസ്തിന്റെ ഹാളിലാണ്, ഈ സമനില തെറ്റിയ ഹാളിലായിരുന്നു. വടകരയിലെ ഒരു ഷേട്ടുവിൻ്റെ പീഡിയക്കോലായിലാണ് മൂപ്പർ കിടക്കുന്നത്. ഇയാൾ ഈ വലിയ സംഭവം പറയുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഒരു ഇതാണ്. പാമ്പ് കടിച്ചതും പിന്നെ മന്ത്രിച്ചു കൊടുത്തതും ഈ വിഷയമായി. നമ്മളെ വിഷയതല്ല. വടകര അവരെ സമനില തെറ്റിയ രൂപത്തിലായിരുന്നു, ജതുവിൻ്റെ ഹാലിലായിരുന്നു. CM വലുതായിക്ക് മാത്രമല്ല വടകരവർക്കുണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ഈ പറഞ്ഞ മനുഷ്യൻ മരിച്ചു എന്നാണ് വേറുള്ളവർ എന്നോടിപ്പോൾ ഞാൻ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. ഇജ്ജി ഒന്ന് ഖബർ പൊളിച്ചാൻ പോയാ പറഞ്ഞ പോലൊക്കെ ഖബർ പൊളിച്ചാലും പറഞ്ഞ പുസ്തകം ചീന്തലാണ് എൻ്റെ പരിപാടി വെച്ചെങ്കിൽ ഇതൊന്നും ചെയ്ത് കാണിച്ചാൽ ഹംക്കെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹംക്കി നിങ്ങൾ കരഞ്ഞു പോകും. എന്താ ഇതിനൊക്കെ വിളിക്കേണ്ടത്? മൊയന്തിന് കഴിക്കുന്ന പോലും വെച്ചാൽ ഓൻ്റെ പേര് തന്നെ നൗഷാദ് ഒതുക്കുങ്ങൽ. ഓൻ്റെ പേരാണ് നൗഷാദ് ഒതുക്കുങ്ങൽ. കാരണം അതുകൊണ്ടാണ് ഇത് സുന്നി വോയിസിൽ എഴുതിയിട്ടുണ്ട് അറിഞ്ഞിട്ട് അത് ദുനിയാവിലെ ഉണ്ടാകാൻ പാടില്ല അറിഞ്ഞാണ് പിച്ച് ചീന്തകൾ. എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ദുനിയാവിലല്ലേ ഉണ്ടായിരുന്ന നൗഷാദേ? അവരൊക്കെ ഖബറൊന്നും ഉണ്ടല്ലോ നൗഷാദേ? ഇതൊന്ന് കുത്തിപ്പൊളിച്ചാൻ പോയിക്കാൻ നൗഷാദേ? ഇവരൊക്കെ എഴുതിയ പുസ്തകത്തിൽ ഇയാൾ തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഇയാളെ പുസ്തകം ഒന്ന് ചീന്തി കാണിച്ചാച്ച് വേറുള്ളവർക്ക് എന്തും പറയാം. അവർ പറയുന്നതിന് കുഴപ്പമില്ല. സുന്നത്തി ജമാഅത്തിൻ്റെ പുസ്തകത്തിലോ സുന്നത്തി ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കും അത് പറയാൻ പാടില്ല എന്നല്ലേ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇതുകൊണ്ടാണ് പറയുന്നത്. എനിക്കൊക്കെ എന്താ അസുഖം എന്ന് മനസ്സിലാകും. 13 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ അസുഖം മനസ്സിലാക്കിയത് കൊണ്ടാണ് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ നായ തൊട്ട കാലം പോലെ എന്നെ മാറ്റി വെച്ചത്. അതെങ്കിലും മനസ്സിലാക്കിക്കോ.